PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ LP-UP ഇൻ്റർവ്യൂവിന് നമ്മൾ പറഞ്ഞിരുന്നു 3 സെക്ഷനായിട്ടാണ് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി പഠിച്ചിട്ട് പോകേണ്ടത്. ഒന്ന്, നിങ്ങളുടെ അക്കാഡമി പരമായിട്ട് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുകൂടാതെ തന്നെ ഗവൺമെൻറ് പുതിയ അധ്യാപക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ പദ്ധതികൾ. മറ്റൊന്നെന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സാണ്. ഒരു 4 മാസത്തെയെങ്കിലും കറണ്ട് അഫേഴ്സ് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഡെയിലി പത്രം വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് ഈ ഒരു അധ്യാപകനെ വിലയിരുത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇത്രയുമാണ് പ്രതീക്ഷിക്കാവുന്നത് നമുക്ക്. അതിലൊരു അധ്യാപക വിലയിരുത്തൽ എന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളൊരു സർക്കാർ സ്കൂളിൽ അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇൻ്റർവ്യൂ ബോർഡിൽ മുമ്പിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെ നമ്മൾ ഉത്തരം പറയും എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമുക്ക് LP-UP ഇൻ്റർവ്യൂവിന് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതായത് സൈക്കോളജി പരമായിട്ടും എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളുന്നതും, അതുപോലെ കറണ്ട് അഫേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടും ഗവൺമെൻറ് പോളിസികൾ ഇൻക്ലൂഡ് ആയിട്ടും, അങ്ങനെ ഓവറോൾ ഇൻ്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും. സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ച ശേഷം LP-UP ഇൻ്റർവ്യൂ എന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് ത്രൂ ആണ് മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ലൊരു ചോദ്യമാണല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങളൊരു അധ്യാപകൻ, അതിലുപരി എന്തുകൊണ്ടാണ് സർക്കാർ സ്കൂളുകളിലെ ഒരു അധ്യാപകനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് ചോദ്യം. ഇങ്ങനെ ചോദ്യം ഇൻ്റർവ്യൂ ബോർഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി ഒന്ന് പറഞ്ഞേ? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ആ ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടത്? അപ്പോൾ കൂടുതൽ മെജോറിറ്റി ആൾക്കാരും ആ ഒരു കൃത്യമായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതൽ ആളുകളുടെ മനസ്സിൽ എന്ത് തന്നെയായിരിക്കും? ഒരു സേഫ് പൊസിഷൻ ജോലിയാണിത്. കാരണം ഇതിന് പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈവറ്റ് പോലെ എപ്പോൾ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു വിടുന്ന കാര്യങ്ങളൊന്നുമില്ല. ഒരു സേഫ് പൊസിഷൻ തന്നെയാണ് ഒരു സർക്കാർ ജോലി. അതുതന്നെയാണ് സത്യാവസ്ഥയും, അതുതന്നെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യവും. അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകളിൽ വേനലവധിയുള്ള ഇതൊക്കെ ഉണ്ട്. ജോലിക്ക് സ്ഥിരത ഉണ്ടായിരിക്കും. ശമ്പളം കൃത്യമായിട്ട് കിട്ടും. പ്രൈവറ്റ് സ്കൂൾ പോലെയൊന്നുമല്ല. പിന്നെ സമൂഹത്തിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ്, ഇതൊക്കെ ആയിരിക്കും മെജോറിറ്റിയും എല്ലാവരുടെയും മനസ്സിലുള്ളത്. പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ എനിക്ക് ശമ്പളം കിട്ടും, നന്നായിട്ട് ശമ്പളം കിട്ടുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ഇതിനൊരു സ്ഥിരതയുള്ളത് കൊണ്ടും ആണ് ഞാൻ ജോലിക്ക് വന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ശമ്പളം കിട്ടുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സൊസൈറ്റിയിൽ കുറച്ച് വില ഉണ്ടാവുമല്ലോ സർക്കാർ ജോലിക്കാരനാകുമ്പോൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അത് തന്നെ ആയിരിക്കാം. അത് തന്നെയായിരിക്കും ഒരു 95%. അത് തന്നെയാണ് യഥാർത്ഥ സത്യാവസ്ഥ. മറിച്ച് ചിന്തിക്കുന്ന ഒരു 5% ആളുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ അല്ലാന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ എന്ത് തന്നെയായാലും അങ്ങനെയല്ല നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. എങ്ങനെയായിരിക്കും ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു 2 മിനിറ്റ്. അപ്പോൾ നമ്മളിതിന് ഉത്തരം കൊടുക്കേണ്ടത് സർ അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത്, സർക്കാർ സ്കൂൾ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. വലിയ സാമ്പത്തിക ഭദ്രതയോ വലിയ സാമ്പത്തിക പിൻബലമോ ഇല്ലാത്ത സാധാരണക്കാരുടെ മക്കളായിട്ടുള്ള കുട്ടികളാണ് ഈ സർക്കാർ സ്കൂളുകളിൽ കൂടുതലും പഠിക്കുന്നത്. അപ്പോൾ അവരെ ഒരു അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തുക, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ ഒരു കാരണമായി തീരുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ആ ഒരു കാരണം പ്രധാനമായിട്ടും എനിക്കൊരു സർക്കാർ സ്കൂളുകളിൽ ജോലി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം തന്നെ വളരെ പുരോഗതി പ്രാപിച്ചിട്ടുള്ള സ്കൂളുകളാണ്. ടെക്നോളജിക്ക് പരമായിട്ടും അവിടെ ഉള്ള ഫെസിലിറ്റി പരമായിട്ടും. അപ്പോൾ എൻ്റെ ടെക്നോളജി പരമായിട്ടൊക്കെ ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്കൂളുകളിൽ എനിക്ക് ഒരു ജോലി കിട്ടുവാണെങ്കിൽ എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി, എൻ്റെ അധ്യാപകത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അവിടെ പ്രയോഗിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസവും എനിക്കുണ്ട്. മറ്റൊന്ന്, സർക്കാർ സ്കൂളിലുള്ള അധ്യാപകരെന്ന് പറയുന്നത് എല്ലാവരും തന്നെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ്. സാധാരണ പ്രൈവറ്റ് സ്കൂളുകളെ അപേക്ഷിച്ചിട്ട് സർക്കാർ സ്കൂളുകളിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇതിനുണ്ട്. നമ്മൾ TTCO BEdോ പാസ്സായി, കേറ്ററ്റോ പാസ്സായി, പരീക്ഷ അഭിമുഖീകരിച്ച് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി വരുന്ന അധ്യാപകരാണ് എല്ലാ സർക്കാർ സ്കൂളുകളിലും ഉള്ളത്. അപ്പോൾ ഇത്രയും പ്രവൃത്തി പരിചയമായിട്ടുള്ള അധ്യാപകരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നിലെ അധ്യാപകൻ്റെ കഴിവിനെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും അവരെ നല്ലൊരു രീതിയിലേക്ക് വാർത്തെടുക്കാനും എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സർ.
ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം പറയാനായിട്ട് സാധിക്കും. ചോദ്യത്തിന് ഈ രീതിയിലൊന്ന് ആൻസർ പറയുവാണെങ്കിൽ അത് ഇൻ്റർവ്യൂ ബോർഡിൽ കേട്ടിരിക്കുന്ന ആളുകൾക്കും കുറച്ചും കൂടി ഇമ്പ്രസീവായിട്ട് തോന്നും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കൃത്യമായിട്ടും ഒരു ജോലി എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ത് തന്നെയായിരിക്കും? ജോലി സ്ഥിരതയും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് കടന്നു വന്നേക്കുന്നത്. പക്ഷേ അത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി നിർത്തി ഇത്തരത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഉത്തരം പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ബോർഡ് മെമ്പേഴ്സിലുള്ളവർക്ക് കുറച്ചും കൂടി ഇമ്പ്രസീവായിട്ട് നിങ്ങളുടെ ഉത്തരത്തെ തോന്നാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം. Thank you so much.